ഒരു സബ്ജക്റ്റ് എത്രയാണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനേക്കാളും എത്രയോ ഉപരി പൈസ കൊടുത്ത് അതിനകത്ത് സീരീസിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് മൊത്തം നമുക്കൊന്നും ഒരു സ്ഥാനമില്ല, നമ്മളൊന്നും വിളിക്കില്ല. ടി വി കാണിക്കുന്ന സാധനമാണെങ്കിൽ പോലും ഞങ്ങളെ ഒന്നും വിളിക്കില്ല. അതിന് സിനിമയിലുള്ള ആൾക്കാരോ പുതിയ ആൾക്കാരോ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ട്, അയ്യോ ഞാനൊന്നും ഏൺ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, നീയാണ് ഏൺ ചെയ്യുന്നത്, എന്നെക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്നത് നീയാണ്. പകരമായിട്ട് കിട്ടുന്ന കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്. മാനേജ് ചെയ്യുന്ന കംപ്ലീറ്റ് ഞാനാണ്. അല്ല പിള്ളേരുടെ ശരിക്കും കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ട് അഭിനയമാണല്ലോ റൊട്ടീനായി. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ബഹുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് CA ചെയ്തതാ. അപ്പൊ CA ചെയ്ത് കംപ്ലീറ്റ് ചെയ്തില്ല. ലാസ്റ്റ് ഫൈനൽ ഇയർ ഇന്റർ കഴിഞ്ഞു. ഫൈനലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല അപ്പൊ അതിന് നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഡിഗ്രിക്കൊക്കെ 98% ഒക്കെ ആയിരുന്നു മാർക്ക്. അത് കഴിഞ്ഞ് ഇനി വരുന്ന ഒരു സാധനം ഇപ്പൊ വരാൻ പോകുന്ന അറിയുന്നത്, ഇപ്പോ സീരിയൽ തന്നെയാണ് നല്ല ക്വാളിറ്റിയിൽ 100 എപ്പിസോഡ് എന്താണ് OTT-ല് അങ്ങനെ ഒന്നും കൂടെ വരും. അപ്പൊ ക്രിയേറ്റീവായിട്ട് പെർഫോം ചെയ്യാനും നല്ല സ്പെൻഡ് ചെയ്തിട്ട് സീരിയലുകളെ അങ്ങനെ ഒരു 100 എപ്പിസോഡ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല. അതെ അതെ. കാരണം ഇപ്പൊ 300 സീസൺ ഒക്കെ ഇത് മറ്റേ എപ്പിസോഡ് അല്ലേ, 300 എപ്പിസോഡ് ഒക്കെ വലിച്ചു നീട്ടുന്നതിനും ബെറ്റർ. 300 അല്ല, 1500. 300 ഒന്നും അല്ല. ഏതൊക്കെ ഉണ്ടായിരുന്നല്ലേ 3 വർഷമൊക്കെ പോയത്. അതെ അതെ. അല്ല 3 വർഷം, ഞങ്ങള് 3 വർഷമായി. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഏഷ്യാനെറ്റിൽ 1-2 സീരിയല് 5 വർഷത്തിന് മുകളിലായി. കഥയില്ലാത്ത സാധനം. പിന്നെ വീട്ടിലെ അമ്മ, ഞാനിപ്പോ അമ്മയുടെ അടുത്ത് ചോദിക്കും, ഞാൻ അമ്മ എന്തിനാ അത് കണ്ടോണ്ടിരിക്കണെന്ന് ചോദിക്കും. അമ്മ പറയണ, ഇത്രയും വൃത്തികെട്ട ഒരു സീരിയലില്ല, അവൻ നിർത്തിക്കൂടെ. ഞാൻ നിങ്ങൾ എന്തിനാ കാണുന്നത്, അല്ലാതെ എങ്ങനെ നിർത്തുമെന്ന് അറിയണമല്ലോ എന്ന് പറയും. അപ്പൊ അവരുടെ ഒരു ഈ പറയുന്ന അമ്മമാരൊക്കെ ഇപ്പൊ എന്റെ അമ്മയും വൈഫിന്റെ അമ്മയും രണ്ടുപേരുമാണ് സീരിയൽ കാണുന്നത്. എന്റെ അമ്മ ഇപ്പൊ കുറച്ച് സീരിയൽ കാണുന്ന കുറവാണ്, അമ്മൂമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അതിന്റെ പറയുകയാണ്. അപ്പൊ വൈഫിന്റെ അമ്മ സീരിയൽ കണ്ടിട്ട് അമ്മ ഇതേപോലെ തന്നെ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത്. അപ്പോൾ അമ്മ ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് OTT പ്ലാറ്റ്ഫോംസ് ഉള്ള എന്താണ് അങ്ങനെ ജിയോയോ അങ്ങനെ ഏതെങ്കിലും എടുത്തു കൊടുത്താൽ മതി, എന്താണ് മറ്റേത് എന്താണ് ഈ ടെലികാസ്റ്റ് ഇതിനുള്ളത് വേണ്ട എന്നുള്ള രീതിയിൽ അമ്മയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയും ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മാസത്തിനകത്ത് അമ്മയും OTT-ലോട്ട് മാറുകയാണ്. എന്റെ മുത്തശ്ശി വീട്ടിലാണെങ്കിൽ സീരിയൽ എന്ന് കാണുമ്പോ ചില ദിവസം വല്ല എപ്പിസോഡ് മിസ്സായി കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാർ എടുത്തിട്ട് അതിൽ ഇപ്പൊ കാണുന്ന സീരിയല്. അതാ പറഞ്ഞത്, അമ്മൂമ്മ കറക്റ്റ് ആയിട്ട് 7:30 ഒരു സീരിയൽ കാണും. അത് കണ്ടില്ലെങ്കിൽ പിന്നെ ഹോട്ട്സ്റ്റാറിൽ കാണും. ഇത് കണ്ട് ഹോട്ട്സ്റ്റാറിലോട്ട് മാറും. കുറച്ച് കഴിയും. ഇപ്പൊ നമ്മുടെ ഏത് സമയത്തിന് അമ്മയ്ക്ക് ഇപ്പൊ എല്ലാ സീരിയലും 35 സീരിയലുണ്ട്, എല്ലാം കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ വൈകിട്ട് നടക്കേണ്ട ടെലികാസ്റ്റ് ചെയ്യേണ്ട സംഭവം രാവിലെ 7:30 ഞങ്ങളുടെ സീരിയൽ രാവിലെ 7:30 ഫസ്റ്റ് എനീറ്റാലോടം കാണുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അത് കാരണം എനിക്ക് അത്ര വെയിറ്റ് ചെയ്യാൻ വേണ്ട എന്നുള്ളത്. പിന്നെ പരസ്യമില്ല. അതെ, പരസ്യമില്ല. അതൊരു ഇതിന്റെ അത്ര പരസ്യമല്ലേ, പരസ്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മള്. അതെ 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 ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ പറയുമ്പം അഭിനയമാണ് അച്ഛൻ പണ്ടോട്ടേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ജനിക്കുമ്പോൾ അച്ഛൻ അഭിനയത്തിലായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം മക്കൾക്ക് ആർക്കെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടോ ചെയ്യാൻ? ഇതുവരെ തോന്നിയിട്ടില്ല. ആണ് മൂത്താൾ ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്കറിയാം. കോളേജില് പെർഫോമൻസ് എന്താ ഓവറോൾ എന്തായിരുന്നു ഒരു സംഭവം? ആണ്. അപ്പൊ അതിൽ അഭിനയം വന്നിട്ടില്ലേ? ഇല്ല. ഡാൻസ്, പിന്നെ ബാക്കി കോർഡിനേഷൻ, പിന്നെ പഠിത്തത്തിലും മിടിക്കുക. അപ്പൊ എല്ലാം ഓവറോൾ ഉള്ള ഒരു ഇതാണ്. അല്ല, ഇപ്പം താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു റോള് കൊടുക്കാനുള്ള ഒരു, ഞാൻ പറഞ്ഞ അത് അവരുടെ ഇഷ്ടമാണ്. ഒരു ഇളയാളിപ്പോ താല്പര്യം കാണിച്ചു, അവളുടെ ഇഷ്ടമാണ്. ഇതെന്നറിയോ, ഇതിന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ട്രെയിൻ ചെയ്ത പോലെ ഇരിക്കും. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറയും നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ ചെയ്യണം. പക്ഷെ അമ്മ പറയും വേണ്ട എന്ന് പറയുന്നതുകൊണ്ട് ആ വേണ്ട അവരുടെ ചെറുപ്പത്തിലേ മീൻസ് വളരെ കുഞ്ഞിലേ ഉള്ളത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്ക് അത് വേണ്ടെന്നായി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവരുടെ രണ്ടുപേരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ട. പക്ഷെ ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. പഠിച്ചിട്ടുണ്ടല്ലേ രണ്ടുപേരും പ്രൊഫഷണലി? എനിക്ക് 15 വർഷം. ഇപ്പം സ്റ്റിൽ പഠിച്ചോണ്ടിരിക്കുകയാണോ? ടാലന്റഡ് ആണ് രണ്ടുപേരും. അവർ ആ രീതിയിൽ ആക്ടിംഗ് അല്ലെങ്കിലും വേറെ രീതിയിൽ ടാലന്റ്. അല്ല, ഞാൻ എപ്പോഴും അവരുടെ പറഞ്ഞു, ഞാൻ പഠിത്തം എന്നൊരു കാര്യമായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ വേണ്ട. ഞാൻ പറയും നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അതെല്ലാം ചെയ്യണം. അതെല്ലാം ചെയ്തു കഴിഞ്ഞാലേ ഒരു കറക്റ്റ് ഒരു നല്ല ആൾ. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, എനിക്കൊരു നല്ല ജോലി കിട്ടണം, അവർ നല്ല പൊസിഷനിൽ എത്തണമെന്നല്ല. ഞാൻ എപ്പോഴും പറയണം, എൻ്റെ 2 പിള്ളേർ അല്ലെങ്കിൽ എൻ്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ നല്ല മനുഷ്യരായിരിക്കണം. അപ്പം അതിനുവേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അവൾ ഡാൻസ് പഠിക്കുന്നുണ്ട്, 15 വർഷം ഡാൻസ് പഠിക്കുന്നുണ്ട്, അവളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താലേ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആവുള്ളൂ.
ശരി, സത്യമാണ്. ഞാൻ എൻ്റെ മാളും എൻ്റെ അടുത്ത് അവള് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഞാൻ ഈ മിക്കവാറും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു 10-15 വർഷമായിട്ടുള്ളൂ ആവുള്ളൂ. പണ്ടൊക്കെ ആൾക്കാർ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ടെൻഷനൊക്കെ കഴിച്ച് കിടക്കും, ആരെങ്കിലും നോക്കുമ്പോൾ ചിരിക്കില്ല ഒക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു കാര്യം, ഞാനിപ്പോൾ ആരെ കണ്ടാലും ചിരിക്കും. അപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്ത്. അപ്പം ഇതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ മാളുവിൻ്റെ ചോദിച്ചു. അപ്പം മാളു ഇതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു എന്താണ് ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമുക്കറിയാവുന്നൊരു ആണ്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് മോളെന്ന് വിളിച്ചു ചോദിച്ചു. നമ്മുടെ ഒരു ഇതുകൊണ്ട് ആദ്യമായിട്ട് ഇന്റേൺഷിപ്പിന് പോവുക, ഒരു ജോലിക്കുന്ന പോലെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് മോള് എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് എല്ലാവരും കണ്ടാലും ചിരിച്ചോണ്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതേപോലെ എന്താ ഈ പരിപാടി. അത് അവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തോ നീ എന്ത് സംഭവം എല്ലാവരും കണ്ടാലും ചിരിച്ചോണ്ട് കിടക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു. അല്ല, നമ്മളെപ്പോഴും ഒരാളെ കണ്ട് ചിരിച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഒരാളെ നോക്കിയിട്ട് 3 ദിവസം ചിരിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം ആ ആള് നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കുക എന്തുകൊണ്ട് വിശേഷം. അല്ല ഞാനിതൊന്നും അറിയാതെ ഞാനും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാ പോലും അവളത് പറഞ്ഞപ്പോ മോള് പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ പർപ്പസ് മനസ്സിലായത്. ലൈഫ് ലെസൺ ഉണ്ട്. അല്ല, കണ്ണിൽ ഒരുപാട് നേരം നോക്കണ്ട. വീട്ടിൽ പ്രശ്നമാണല്ലോ. ചേച്ചി അപ്പൊ ഇല്ല, എനിക്ക് തോന്നുന്നു ചേട്ടനേക്കാളും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പാരന്റിങ് ടൈം ഇൻവെസ്റ്റ് ചെയ്തത് ചേച്ചിയാണ്. അപ്പൊ ചേച്ചിക്ക് ഒരു വേ ഓഫ് മെത്തേഡ് കാണുമല്ലോ ഇവരെ വളർത്തിക്കൊണ്ട് വന്നതും അങ്ങനെ സംഭവം. ഇപ്പൊ പുതിയ രീതിയിലുള്ള പേരൻസ് ആണെങ്കിലും വർക്കിംഗ് ആണ് ഫുൾ ടൈം. എന്താണൊന്ന് ചേച്ചിക്ക് പറയാനുള്ളത് അതിനെ പറ്റി, പേരന്റിങ്ങിനെ പറ്റി? ഇല്ല, എനിക്ക് തോന്നുന്നു ഞാൻ അവരുടെ അടുത്ത് കൂടുതലും ഫ്രണ്ട്സ് ആണ്. അതാണോ ബെറ്റർ? അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്കും അതാണ് ബെറ്റർ, അവർക്കും അതാണ് ബെറ്റർ എന്നെഴുതി ഞാൻ വഴക്ക് പറയത്തില്ല, അടിക്കത്തില്ല എന്നൊന്നുമില്ല. കുഞ്ഞിലേക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പം തെറ്റിയ ഇവിടെ ചെവി നിന്നെയല്ല ഇവളുടെ ചെവി എന്നെ അടിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം വീട്ടിലോട്ട് ഞാൻ വന്ന് കയറിയപ്പോ ഒരു ഓടിക്കൊണ്ട് പോകണം. എന്താ വിളിച്ചാടി? അടി 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 അടിയോടടി അടിയോടടി. അമ്മയാണോ ഇപ്പൊ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ്? സ്ട്രിക്റ്റ് അല്ല, പഠിക്കേണ്ട സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്കിൽ നടന്ന് പടി എന്ന് പറഞ്ഞിട്ടൊന്നും നടക്കത്തില്ല. പഠിക്കേണ്ട സമയം പഠിക്കണം, അത് അവര് ചെയ്തോളൂ. എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും സ്പൂൺ ഫീഡ് ചെയ്യേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാം ഉണ്ട്. ഇപ്പൊ ഇളയാളാണെങ്കിൽ തന്നെ സ്കൂളില് അയാള് ചെയ്യാത്ത പ്രോഗ്രാംസ് ഒന്നുമില്ല, എല്ലാത്തിലും പോയി ചേരും. എനിക്കാണ് തലവേദന, കാരണം ഞാൻ ഇതിന്റെ ബാക്കിൽ നടക്കണം. പക്ഷെ ഞാൻ നടന്നു ഈ സമയത്തല്ലേ പറ്റത്തുള്ളൂ. നല്ലൊരു പീരീഡ് അല്ലേ സ്കൂള് കാര്യങ്ങള്, ഇതൊക്കെ നമ്മൾ മെമ്മറീസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ക്ലാസ് ഫസ്റ്റ് ഒന്നും ആവണ്ട, ആവറേജ് സ്റ്റുഡന്റ് ആയാൽ മതി. അവള് എബോവ് ആവറേജാ, പിന്നെ എനിക്ക് എന്താ ടെൻഷൻ. അല്ല, എപ്പോഴും പറയും ഫസ്റ്റ് നമ്പർ 1 ഒന്നും ആവണ്ട. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അവള് പറയും മാത്സിന് ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞു പോയി. ഇപ്പം ഇടയ്ക്കൊരു സംഭവിച്ചതാ, മാത്സിന് ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞു പോയി എന്നൊരു ഭയങ്കര സങ്കടം. അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെ കുറഞ്ഞു പോയി? അല്ല അത് ഞാൻ ചോദിച്ചു നിനക്കത് ചെയ്യാൻ അറിയാം. അത് മതി. ഞാൻ പറഞ്ഞ നിനക്ക് ആ ഒരു സമയത്ത് നിനക്ക് തെറ്റിപ്പോയി, ആ സമയത്ത് മാർക്ക് കുറഞ്ഞു, സോ ഓക്കെ വിട്ടേക്ക്. പക്ഷെ നിനക്കത് അറിയാമോ? അപ്പം അവൾക്ക് അതിനെക്കുറിച്ച് അവൾക്ക് ധാരണയുണ്ട്, അവൾക്ക് അത് അറിയാം. ആ സമയത്ത് എന്തോ സംഭവിച്ച് തെറ്റിപ്പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസം എന്ന് പറയുന്ന മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രം വേണ്ട, എൻ്റെ വീട്ടിൽ ആ സാധനം വേണ്ട, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളുടെ മീനുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കാണുന്നത് വെച്ചാൽ, ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല, അവൾ രാത്രി കിടക്കാൻ നേരത്ത് അവൾക്ക് പഠിക്കേണ്ട അല്ലാത്ത ഏത് ബുക്കാണുള്ളത് അതിൽ നിന്ന് ഒരു ½ an hour to 1 hour വായിച്ചിട്ടേ കിടക്കുള്ളൂ. അതൊരു അല്ല, അത് എന്ന് വെച്ചിട്ട് ഭയങ്കര മറ്റേ ബുക്കൊന്നും സാധാരണ സ്റ്റോറി ബുക്കാണ് മേടിക്കുന്നത്. ഇപ്പൊ ഫോൺ യൂസേജ് ഒക്കെ വന്നപ്പോഴത്തേക്ക് റീഡിങ് പൊതുവെ എല്ലാവരും നിർത്തി വെച്ചൊരു സമയമാണ്. നമ്മളിവിടെ എല്ലാവരും എന്തെങ്കിലും വായിക്കുന്ന ആൾക്കാരാണ്. അവളും അതുപോലെ തന്നെ. അവൾക്ക് ഇഷ്ടമുള്ള ബുക്ക് അവൾ മേടിച്ചോളും. എനിക്കുള്ള ബുക്ക് എനിക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയും, അവൾക്ക് നല്ലതാണെന്ന് തോന്നി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനത് വായിക്കും. റീഡിംഗ് ഹാബിറ്റ് ഉള്ള ഒരു ഫാമിലിയാണ്. ഭയങ്കരമായിട്ടല്ല, അത്യാവശ്യം. പക്ഷെ അവൾ എല്ലാ ദിവസവും 1 hour ½ an hour മസ്റ്റായിട്ട് എക്സാം ആണെങ്കിലും വായിച്ചിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞു എക്സാമിന്റെ ഒരു ടെൻഷനും ദയവായി, അത് ഇപ്പോഴാണ് എക്സാമിന്റെ ടെൻഷൻ. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഇതുപോലെ ടെൻഷൻ. ഇയാള് ഹോസ്റ്റലായിരിക്കുമ്പോ ഫോൺ ചെയ്തിട്ട് കരച്ചിലൊന്നുമല്ല, ഞാനൊന്നും പഠിച്ചില്ല എന്ന് പറയും. എന്നിട്ട് പിറ്റേ ദിവസം എക്സാം കഴിഞ്ഞിട്ട് വരും പറയും നല്ല ഈസി ആയിരുന്നു, എല്ലാം എഴുതി. അത് ഞാൻ സ്കൂളിലല്ല, നീ കോളേജിലാണ്, ഫുൾ കവർ ചെയ്ത് പഠിക്കാനൊന്നും പറ്റില്ല, പകുതി പോലും കുട്ടികൾ പഠിക്കാറില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ഇയാൾ ഇപ്പോഴും ടെൻഷനാണ്. അതങ്ങനെ
കുറച്ച് ടെൻഷൻ നല്ലതാണ്. ഞാൻ ടെൻഷനേ വേണ്ട, ഫ്രീ ആയിട്ട്. ഞാനൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച് എക്സാമിന് പോയിട്ടുണ്ട്. കാരണം കയ്യിൽ മൊത്തം തുണ്ടായിരുന്നു, അത് പഠിക്കാം. കയ്യിൽ മൊത്തം തുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല. മക്കൾക്ക് നന്നായിട്ട് അറിയാം. ഒന്നും പഠിച്ചില്ല. ടെൻഷൻ കഴിഞ്ഞാൽ കയ്യിലൊക്കെ അവിടെ എവിടെയൊക്കെ തുണ്ടുകളായിരുന്നു. തുണ്ട് പിടിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ കഥയുണ്ട്. അപ്പൊ ഈ തുണ്ടുകൾ എവിടെയാണ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ടെൻഷനാണ് എനിക്ക്. എനിക്കുണ്ട്. ആരൊക്കെ തുണ്ട് കൊണ്ടുവന്നിട്ട് കൊറേ കൊണ്ടുവന്നു. അപ്പൊ ഉത്തരം ചെയ്ത് അതില് സംശയം, അതിനി നോക്കാൻ വേണ്ടി. അങ്ങനെ എങ്ങനെയായിരുന്നു സ്കൂളിലെ പഠിത്തത്തിന്? എങ്ങനെയൊക്കെയായിരുന്നു? ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര മോശമായിരുന്നു. മാർക്ക് ലിസ്റ്റ് ഒക്കെ കാണണം. ഞാൻ പറയാം, ഏതോ സിനിമയിലെ പോലെ മറ്റേ മാർക്ക് ഇങ്ങനെ മറ്റേ ചുരണ്ടി കളഞ്ഞ അങ്ങനെ നമ്മുടെ രണ്ടുപേരും എടുത്ത് വെച്ച് നോക്കണം. ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് മാർക്കിനൊന്നും ഒരു കാര്യമില്ല. നമ്മള് അതൊരു അച്ഛനായപ്പോഴാണ് മനസ്സിലായത്. അല്ല, നമുക്ക് നമ്മൾ ഓരോ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മളെ ടീനേജിലുള്ള എൻ്റെ ചിന്തയായിരിക്കില്ല ഞാൻ കല്യാണം കഴിച്ച ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഉള്ള ചിന്തയല്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോള് ജനിക്കുമ്പോഴും മൂന്നാമത്തെ മോള് മീൻസ് മൂന്നാമത്തെ മോളിലൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഓരോ ഘട്ടം കഴിയുമ്പോഴും, അപ്പൊ അവള് 10ാം ക്ലാസ് കഴിയുമ്പോഴും ഡിഗ്രി കഴിയുമ്പോഴും ഒക്കെ നമ്മുടെ ഈ മനസ്സ്, അച്ഛൻ എന്ന് പറയുന്ന ആളുടെ മനസ്സ് അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും. അപ്പൊ നിങ്ങളുടെ കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റൊമാൻസിനെ പറ്റി കുറച്ച് നമുക്ക് സംസാരിക്കാം. റൊമാൻസിനെ പറ്റി കുറച്ച് സംസാരിക്കാം. ഞങ്ങൾ തമ്മിൽ റൊമാൻസേ ഇല്ല. എന്താ തോന്നുന്നു അച്ഛന്റെ അമ്മയുടെ റൊമാൻസ് എന്ന് തോന്നുന്നു? അങ്ങനെ ഒരു സാധനം ഇല്ലേ, സമയമില്ല. ഇവര് എനിക്ക് തോന്നുന്നു ഇവര് കൂടുതൽ ഹസ്ബൻഡ് വൈഫിനെ കാട്ടി എനിക്ക് തോന്നുന്നു ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് വൈബാണ് അവര്. അങ്ങനെയും സൈക്കോളജിക്കലി എന്താ തോന്നിയിട്ടുള്ള? അറിയാലോ. അല്ല, അവൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഇത് വർക്ക് ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആശ്വാസമാണ്. എന്നാലും എന്ത് തോന്നുന്നു ഇവരുടെ കെമിസ്ട്രി എങ്ങനെയാ? ഒരു ഫ്രണ്ട്സ് ഇത് തന്നെ, അല്ലാണ്ട് ഭയങ്കര ഒരു മ്യൂച്വൽ റെസ്പെക്ട് രീതി, അല്ലാണ്ട് ഹസ്ബൻഡ് ഭയങ്കര റെസ്പെക്ട് ആ ഒരു രീതിക്കല്ല ആണ്. അല്ല, ഇവരുടെ വെച്ച് എക്സാമ്പിൾ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ ആണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോഴുള്ള റിലേഷൻസിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു പണ്ട് തൊട്ട് ഞാൻ ചെറുതായ തൊട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. കൊല്ലമായിട്ട് ഈ വെഡിങ് ആനിവേഴ്സറി എനിക്ക് ഈ എത്ര 22 കൊല്ലം കഴിഞ്ഞിട്ടാണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. പക്ഷെ ക്യാൻഡിൽ പകുതിയായുള്ളൂ. അതാണ്. ഇല്ല, ആക്ച്വലി നമ്മൾ അന്ന് പോണോന്ന് വിചാരിച്ച സൗരാഷ്ട്രയിലായിരുന്നു. അതൊക്കെയാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ ഡൗൺ ടു എർത്ത് ഒരു പരിപാടി. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളല്ലേ കഴിക്കേണ്ടത്. ഇപ്പൊ ഞങ്ങള് ക്യാൻഡിൽ വേണമെന്നില്ലല്ലോ, ഞങ്ങക്ക് ടേസ്റ്റ് ബഡ്സിന്റെ അല്ലേ ആവശ്യം. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അതല്ല. അല്ല, കൊറേ കൊല്ലം മുമ്പേ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇത്ര കൊല്ലമായിട്ട് 25 വർഷമായോ? 25 വർഷമായോ? ആവുമ്പോ ശരിയാവും. 25 ആകാൻ പോകുന്നു. അല്ല, 22 അഭിനയാണല്ലേ? 25 വർഷമായി. എനിക്ക് വയ്യ. അപ്പം ഇവരുടെ നമുക്ക് എന്തൊക്കെ മാറ്റം വരണമെന്നാ തോന്നുന്നത്? ഇവരുടെ റിലേഷൻ എന്തൊക്കെ മാറ്റം വരണമെന്നാ തോന്നിയത്? അല്ല, ഇവരായിട്ട് മാത്രം കുറച്ച് ടൈം കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യണം. അത് അവരുടെ ഒരു ഒപ്പീനിയൻ ആട്ടോ. എടുത്ത് നിങ്ങള് വേറെ പണിയില്ലല്ലേ, ഈ ടൈം സ്പെൻഡ് ചെയ്യാത്തോണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഞങ്ങളുടെ റിലേഷൻ നന്നായിട്ട് പോകുന്നത് നിങ്ങൾ സംസാരിക്കുന്നില്ല. എല്ലാ ദിവസവും മാക്സിമം സംസാരിക്കും. അത് ഇപ്പൊ ഫോണിൽ കൂടെ ആയാലും എല്ലാം ചെറിയ കാര്യമായ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു റൊമാൻറ്റിക് ഡിന്നറോ റൊമാൻറ്റിക് ഡേറ്റ് അങ്ങനത്തെ പ്ലാൻ ചെയ്യും. അല്ല, നമ്മൾ എല്ലാ മാസവും റൊമാൻറ്റിക് ഡേറ്റിന് പോകാറുണ്ട് അമ്പലങ്ങളിൽ. പ്രായമായില്ലേ? നമ്മൾ പോകും, അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഏതെങ്കിലും തട്ടില് പോയി ഫുഡ് കഴിക്കും, തിരിച്ചു വരും. അതാണ് നമ്മുടെ റൊമാൻറ്റിക് ഡേറ്റ്. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അതാ നല്ലത്. പ്രശ്നമൊന്നുമില്ല. അല്ല, ഈ ചക്കര തേനെ പൊന്നെ എന്നൊക്കെ വിളിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുമില്ലല്ലോ. നമ്മുടെ ഓരോ രീതിയിലാണ്. അത് നിങ്ങൾ കേൾക്കാത്തതാ. ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. അല്ല, ഞങ്ങൾ അടിയോ, ഞങ്ങള് ഭയങ്കര വഴക്കുണ്ടാവാറുണ്ട്. ഭയങ്കര വളരെ വലിയ വഴക്കാറുണ്ട്. ചെറിയ കാര്യങ്ങൾക്കാണ്. കാറിൽ കയറിയിരുന്ന അപ്പടിയാണ്. ചെറിയ കാര്യങ്ങൾക്ക് അടിയാവും.
അവളാണെങ്കിൽ പിന്നെ 2 ദിവസം മിണ്ടൂല. എനിക്ക് എനിക്കാണെങ്കിൽ അത് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതപ്പൊ തന്നെ എനിക്കത് ഞാൻ ഈ വഴക്കുണ്ടാക്കുന്ന കാര്യം എനിക്ക് ഒരു 1 അവറിനകത്ത് ഞാൻ ഓക്കെ ആവും, ശരിയാ. പക്ഷെ അവൾ 2 ദിവസം അതെന്താണെന്നറിയാമോ, ഈ വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് എന്തും വിളിച്ചു പറയും. ആ അപ്പൊ എനിക്ക് ഫീൽ ആവും, എനിക്ക് ഫീൽ അതാണ്. അത് പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ ഈ വഴക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. ദേഷ്യം കണ്ടോളൂ. അവളെന്തെന്നറിയോ, അവള് മിണ്ടാതെ ഇങ്ങനെല്ലാം കേട്ടോണ്ടിരിക്കും. പിന്നെ എനിക്ക് 2 ദിവസം എനിക്ക് ട്രോമയാണ്. 2 ദിവസം എനിക്കാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങും, സമാധാനം എല്ലാം സോൾവ് ചെയ്ത് ഒരു പ്രശ്നവും നമ്മൾ അലട്ടാൻ പാടില്ല എന്നാണ്. നല്ലൊരു ഇതാണ്, ക്വാളിറ്റിയാണ്. പക്ഷെ അത് നടക്കാറില്ല. വളരെ റെയർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. നടക്കൂ. ഒരു മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ എങ്ങനെ സംഭവിക്കാറുള്ളൂ. ബാക്കിയെല്ലാ ദിവസങ്ങളിലും സാധാ അടിയാണ്. പക്ഷെ സീരിയലിൽ ഫുള്ളി റൊമാൻറ്റിക് ആണല്ലോ. അല്ല, അതാണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ അപ്പൊ അവിടുത്തെ ഒരു കുട്ടി ഉണ്ടോ ചോദിച്ചു. അപ്പൊ ചേട്ടൻ വീട്ടിൽ ഇങ്ങനെ ഭയങ്കര, ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ കിച്ചണില് പാട്ട് പാടുവോ നിങ്ങൾ? പാട്ടായാലോ അല്ല, എന്റെ അടുത്ത് എപ്പോഴും പറയും ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് അറിയാത്ത പണിയാണ്, ഞാൻ ചെയ്യില്ല എന്ന് പറയാം. മീൻസ് ഇവർ രണ്ടുപേരും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കും, ഞാൻ പറയും ഞാൻ മാക്സിമം ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കുവോ? ദോശ, മാവുണ്ടെങ്കിൽ ദോശ. ദോശ വരത്തി തരും. സർവൈവ് ചെയ്യാൻ അത് മതി. ഏത് ദോശ മാവ് ഉണ്ടാക്കി കൊടുത്ത് കല്ലും ചൂടാക്കി വെച്ച് കൊടുക്കണം. റെഡിമെയ്ഡ് മാവ് കിട്ടും, സർവൈവ് ചെയ്യാൻ പറ്റും. ഞാൻ ആ ഗ്രൂപ്പ്. അല്ല, അദ്ദേഹം ഇത് കിച്ചണിലെ കയറുന്ന പരിപാടിയാണ്. രാവിലെ എണീറ്റ് വന്ന് മറ്റേ ഒരു ഫിലിമിൽ വിളിക്കുന്ന ചായ, ആ ടൈപ്പ് സഹായിക്കാറില്ലേ? അല്ല, ഞാൻ വിളിച്ചിട്ട് ഞാൻ അവളെ എപ്പോഴും, അവള് പറയും അവൾക്ക് ഈ എന്താണ് പെറ്റ് നെയിംസ് ഇല്ല. അപ്പൊ ഞാൻ അവളെ വിളിക്കുന്നത് വിനിത എന്നാണ്. അപ്പൊ ഇപ്പൊ ഞാൻ അതല്ല, അപ്പൊ ഞാൻ ഇപ്പൊ വിന്ദ എന്ന് വിളിക്കും. അപ്പൊ ഞാൻ നിന്റെ പെറ്റ് നെയിം അതാണ് വിന്ദ. ഞാൻ പറഞ്ഞു ആദ്യം എന്റെ പേര് മര്യാദക്ക് പറയാൻ പഠിക്കേ. നീ ആണ് വിനിത. ഞാനും അതാ പേര് ആദ്യം ചേട്ടൻ പറഞ്ഞേ, വിനിത. അല്ല, എന്നെ വിളിക്കുന്ന പ്രശ്നം തോന്നല്ലേ? അല്ല അല്ല അല്ല, അത് ശീലം അതല്ലല്ലോ. അല്ലാതെ എങ്ങനെ പറയുന്നത്? വിന്ദ അതെന്റെ പേരല്ലല്ലോ. നിന്റെ പെറ്റ് നെയിം അതാണ്. എങ്ങനെ ചേട്ടാന്നാണോ വിളിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എടാ ആ സിറ്റുവേഷൻ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതാണ് വിളിക്കുന്നത്. അങ്ങനെ